വീണ്ടും ഒരു നോട്ട് നിരോധന കാലത്തിലേക്ക് രാജ്യം കടക്കുകയാണ്. ഫെബ്രുവരി 1 മുതൽ പേപ്പർ കറൻസി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഇടപാടുകളും രാജ്യത്ത് ഉണ്ടാവുകയില്ല എന്ന് റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിട്ടുള്ള ഡോക്ടർ അരവിന്ദ് കുമാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളിലേക്കാണോ അതോ ഉടനടി ഉണ്ടാകുന്ന ഗുണങ്ങളിലേക്കാണോ രാജ്യത്തെ നയിക്കുന്നത് എന്ന ചിന്ത സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധർക്ക് മാത്രമല്ല സാധാരണ കച്ചവടക്കാർക്കും സാധാരണക്കാർക്കും ആശങ്ക സൃഷ്ടിച്ചിട്ട് ആണ് ഈ പുതിയ പ്രഖ്യാപനം വരുന്നത്. സൃഷ്ടിച്ചുകൊണ്ടാണ് പുതിയ പ്രഖ്യാപനം വരുന്നത്. എന്തൊക്കെയാണ് നേട്ടങ്ങൾ എന്ന് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ RBIയും പറയുന്നത് എന്ന് ചോദിച്ചാൽ കള്ളപ്പണ ഇടപാടുകൾ പൂർണ്ണമായി തടയാൻ കഴിയും എന്നാണ് ഇവരുടെ ഒരു പ്രഖ്യാപനം. മറ്റൊന്ന്, സാമ്പത്തിക രംഗം കൂടുതൽ ശക്തിപ്പെടും എന്നും അവർ വാദം ഉന്നയിക്കുന്നു. പിന്നെ ചില മേഖലകളിൽ, ബാങ്കിങ് മേഖലകളിൽ ഇത്രയധികം ജീവനക്കാരുടെ ആവശ്യമുണ്ടാകില്ല. അങ്ങനെ ഒരു കുറേ അധികം വരുമാന ലാഭം, അതായത് ചെലവ് കുറയ്ക്കാൻ കഴിയും എന്നൊക്കെയാണ് കണ്ടെത്തൽ. പിന്നെ പേപ്പർ, അച്ചടി എന്ന് പറയുന്ന സംഭവം വേണ്ടി വരില്ല. അതും ഒരു ഗുണമാണ്. നാസിക്കിലെ കമ്മട്ടങ്ങളൊക്കെ ഇനി അടച്ച് പൂട്ടും. നോട്ടടി ഇനി ഉണ്ടാകില്ല. എല്ലാം ഡിജിറ്റൽ കറൻസിയായി മാറും. ഇനി അപ്പോൾ നോട്ടുകൾ കൈവശമുള്ള ആളുകൾ എന്ത് ചെയ്യണം? കറൻസി നോട്ടുകൾ കൈവശമുള്ള ആളുകൾ നിശ്ചിത കാലയളവിനുള്ളിൽ ഇത് ബാങ്കിൽ കൊണ്ടുപോയി മാറ്റണം. മുമ്പ് 1000-ൻ്റെയും 500-ൻ്റെയും നോട്ട് പിൻവലിച്ചത് പൊതുജനത്തിന് ഓർമ്മയുണ്ടാകുമല്ലോ. പെട്ടെന്ന് ഒരു അർദ്ധരാത്രി നോട്ട് പിൻവലിക്കുന്നു. പിന്നെ ആളുകൾ നെട്ടോട്ടമാണ്. ATM കൗണ്ടറുകൾക്ക് മുമ്പിൽ 2000-ൻ്റെ നോട്ടുകൾ അവതരിപ്പിച്ചു. ATM കൗണ്ടറുകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ, ബാങ്കുകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ. കാരണം 1000-ൻ്റെ 500-ൻ്റെ നോട്ടുകൾ കൊടുത്തിട്ട് മറ്റ് 2000-ൻ്റെ നോട്ട് വാങ്ങണമല്ലോ. അങ്ങനെ കുഴഞ്ഞു വീണ് മരിച്ചവരുണ്ട്. ചെലവ് ചെയ്യാൻ പണം ചെലവാക്കാൻ കഴിയാതെ പോയവരുണ്ട്. ചില കള്ളപ്പണക്കാർ കുറേ നോട്ട് കൊണ്ട് കത്തിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഇതുവരെ അച്ചടിച്ച, അതായത് അന്ന് രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന 1000-ൻ്റെ 500-ൻ്റെ നോട്ടുകളിൽ ഒരു വലിയ ശതമാനം ഇനിയും കിട്ടാനുണ്ട് എന്നാണ് RBIയുടെ തന്നെ വെളിപ്പെടുത്തൽ. അന്ന് RBI ഗവർണറായിരുന്ന രഘുറാം രാജൊക്കെ അതിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പല സാമ്പത്തിക വിദഗ്ധരും നോട്ട് നിരോധനത്തെ വിമർശിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പറയുന്ന പേപ്പർ കറൻസി നിരോധനം അത് ഒരു പരിധിവരെ നല്ലതാണ് എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം. അവർ പറയുന്നത് ഇത് നിരോധിച്ചു കഴിഞ്ഞാൽ, പേപ്പർ കറൻസി നിരോധിച്ചു കഴിഞ്ഞാൽ കുറേ ഗുണങ്ങളുണ്ടാകും. പിന്നെ എല്ലാ ഇടപാടും എല്ലാ ചെറുകിട ഇടപാടായാലും വൻകിട ഇടപാടുകളായാലും എല്ലാം കൃത്യമായ ഒരു സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ വരും. അവർക്ക് അറിയാൻ പറ്റും, ബാങ്ക് അധികൃതർക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഇടപാടുകൾ ചെയ്യുന്നത്, എന്തെങ്കിലും ഇല്ലീഗൽ ബിസിനസ് ചെയ്യുന്നു, വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും സർക്കാർ ഏജൻസികൾക്ക്. അത് ഒരു പരിധിവരെ, പ്രത്യേകിച്ച് ഭീകരവാദ പ്രവർത്തനം, രാജ്യദ്രോഹ പ്രവർത്തനം, അങ്ങനെയുള്ള സംഘടനകളിലേക്ക് പൈസ വരുന്നുണ്ടോ, പണം എങ്ങനെ പോകുന്നു, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സർക്കാർ ഏജൻസികൾക്ക് ഇതിലൂടെ കഴിയും. എന്നാൽ ഒരു 70 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾ, ഇപ്പോഴും സ്മാർട്ട് ഫോണൊന്നും ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾ, ഈ ATM കാർഡ് മാത്രം കൈവശം ഉള്ള ആളുകൾ, ഇവർക്കൊക്കെ പെട്ടെന്ന് ഗൂഗിൾ പേയോ അല്ലെങ്കിൽ റൂപേയോ ഈ പേടിഎമ്മോ അങ്ങനെയുള്ള സംവിധാനങ്ങളിലേക്ക് പെട്ടെന്ന് അവരെ പറിച്ചു നടുക പ്രയാസമാണ്. അപ്പോൾ എല്ലാ കടകളിലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ പരസ്യങ്ങൾ കൊടുക്കുന്നു. UPയുടെ പരസ്യങ്ങൾ വരുമ്പോൾ കാണാം ഈ പാൻ വിൽക്കുന്ന ആളുകൾ, അതായത് വെറ്റിലയും മുറുക്കാനും ഒക്കെ വിൽക്കുന്ന സാധാരണ കച്ചവടക്കാർ വരെ ഗൂഗിൾ പേ സ്കാൻ ചെയ്യാൻ കൊടുക്കുന്നത്. നിങ്ങൾ സ്കാൻ ചെയ്ത് ഇതിനകത്ത് പൈസ ഇടൂ എന്ന് പറഞ്ഞ് വരുന്ന പരസ്യങ്ങളൊക്കെ വരുന്നുണ്ട്, പരസ്യചിത്രങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവിടങ്ങളിൽ ATM കാർഡുമായി ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഒരു ചായക്കടയിൽ 5 രൂപയ്ക്ക് ഒരു കട്ടൻ ചായ കിട്ടുന്ന കടയിൽ പോയി 5 രൂപ കൊടുക്കണമോ അതോ ഗൂഗിൾ പേ ചെയ്യണമോ, ഇതിനി ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എന്തെങ്കിലും തുകകൾ ഈടാക്കുമോ, ഫീസ് ഈടാക്കുമോ, ഈ പ്ലാറ്റ്ഫോമുകൾ ഫീസ് ഈടാക്കുമോ എന്ന ആശങ്കയൊക്കെ സാധാരണക്കാർക്കിടയിൽ ഉണ്ട്. പിന്നെ 15 ദിവസം കൊണ്ട് നോട്ടുകൾ മാറ്റിയെടുക്കുക, നോട്ടുകൾ അതായത് പേപ്പർ കറൻസി ഡിജിറ്റൽ കറൻസിയാക്കി മാറ്റുക, അത് ക്ഷിപ്രസാധ്യമായ കാര്യമാണ്. 15 ദിവസം മതിയോ ഇത് ചെയ്യാൻ? ഒരു പക്ഷേ എങ്കിൽ ഫെബ്രുവരി 15 എന്ന് പറയുന്നത് ഫെബ്രുവരി അവസാനം വരെയോ അല്ലെങ്കിൽ ഈ മാർച്ച് ഒടുക്കം വരെയോ ഒക്കെ ചിലപ്പോൾ നീട്ടിക്കൊണ്ട് പോകാം. സാമ്പത്തിക വർഷം അവസാനം വരെ, മാർച്ച് 31 സാമ്പത്തിക വർഷം അവസാനിക്കുന്നത്. അതുവരെ ഒരു പക്ഷേ എങ്കിൽ ഇത് നീട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം എല്ലാ ആളുകളും ഇപ്പോൾ ഇത് അറിയണമെന്നില്ല. പല ആളുകളും ഇപ്പോൾ 1-ാം തീയതി മുതൽ 100 രൂപയും കൊണ്ട് കടയിൽ പോകുമ്പോൾ അവരടുത്ത് പറയും നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സാധ്യമാകാതെ വരും.
അപ്പോൾ അതിലൊക്കെ ഉള്ള വിട്ടുവീഴ്ചകൾ കേന്ദ്ര സർക്കാർ ചെയ്യും എന്നുള്ള പ്രതീക്ഷ ആളുകൾക്ക് ഉണ്ട്. എന്നാലും ഈ നോട്ട് നിരോധനം കൊണ്ട് ദൂരവ്യാപകമായി നേട്ടം, അതായത് ചൈന, സ്വീഡനൊക്കെ കരസ്ഥമാക്കിയതുപോലുള്ളൊരു സാമ്പത്തിക ഭദ്രത ഇന്ത്യക്കും ലഭിക്കുമെന്നാണ് RBI ഗവർണറായ ഡോക്ടർ അരവിന്ദ് കുമാറിൻ്റെ ഒരു പ്രതീക്ഷ. അതുപോലെ തന്നെ ഈ സാധാരണക്കാർക്ക്, ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരും അതുപോലെ തന്നെ അർബൻ നഗരങ്ങളിൽ താമസിക്കുന്ന മിഡിൽ ക്ലാസ്സും അതിന് താഴെയുള്ള ആളുകൾക്കും ഇത് വലിയ ആശങ്കയാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഈ തീരുമാനത്തിലൂടെ ആശങ്കയാണ് പടർത്തിയിരിക്കുന്നത്.